നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE-യിൽ കാലാവസ്ഥാ വ്യതിയാനം വീണ്ടും തുടരുമെന്ന മുന്നറിയിപ്പാണ് പുറത്തുവരുന്നത്. രാജ്യത്ത് തണുത്ത കാലത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വരും ദിനങ്ങളിലും തണുപ്പ് കൂടുതൽ കഠിനമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത്. പർവ്വത പ്രദേശങ്ങളിൽ താപനില 5 ഡിഗ്രി സെൽഷ്യസിൽ കുറയാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ജനുവരി പകുതിക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ ഗൾഫ് പൈതൃക കലണ്ടറിൽ ശൈത്യകാലത്തിന്റെ ഏറ്റവും ഉയർന്ന സമയമാണെന്ന് അധികൃതർ പറഞ്ഞു. ഈ ശക്തമായ തണുപ്പ് ഏതാനും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ്. അറേബ്യൻ പെനിൻസുലയിൽ ഒന്നാകെ അതിശൈത്യം അനുഭവപ്പെടുന്ന സമയമാണിതെന്ന് എമിറേറ്റ്സ് അസ്ട്രോണമിക്കൽ സൊസൈറ്റി ഡയറക്ടർ ബോർഡ് ചെയർമാൻ ഇബ്രാഹിം അൽ ജർവാൻ പറഞ്ഞു. മരുഭൂമികളിൽ താപനില ചിലയിടങ്ങളിൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെയും പർവ്വത പ്രദേശങ്ങളിൽ 0 ഡിഗ്രി വരെയും എത്തുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഈ കാലയളവിൽ രാവിലെ സമയങ്ങളിൽ ശക്തമായ മൂടൽമഞ്ഞ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ UAE-യിലെ പല പ്രദേശങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ച സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കാൻ അധികൃതർ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. റോഡുകളിൽ ദൂരക്കാഴ്ച കുറയാൻ സാധ്യതയുള്ളതിനാൽ യാത്രക്കാർ ജാഗ്രത പാലിക്കണം. രാജ്യത്ത് പൊതുവെ ഭാഗികമായി മേഘാവൃതമായിരിക്കും. പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിൽ ശക്തമായ മഴ പെയ്യാനും സാധ്യത നിലനിൽക്കുന്നുണ്ട്. അബുദാബിയിൽ 27 ഡിഗ്രി സെൽഷ്യസിലേക്കും ദുബായിൽ 24 ഡിഗ്രി സെൽഷ്യസിലേക്കും ഇന്ന് താപനില ഉയർന്നേക്കാം. അബുദാബിയിൽ കുറഞ്ഞ താപനില 16 ഡിഗ്രി സെൽഷ്യസും ദുബായിൽ 17 ഡിഗ്രി സെൽഷ്യസുമായിരിക്കും. അതേസമയം കോവിഡിന്റെ ഒമിക്രോൺ വകഭേദം കുവൈത്തിൽ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രത പാലിക്കാനാണ് ആരോഗ്യ മന്ത്രാലയം പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിന് പിന്നാലെ പ്രതിരോധ നടപടികളുടെ ഭാഗമായി കുവൈത്തിൽ ബൂസ്റ്റർ ഡോസ് ഉടൻ വിതരണം ആരംഭിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം സൂചന നൽകി. ഒമിക്രോൺ വകഭേദത്തിന്റെ ഉപവകഭേദമായ XBB.1.5 വൈറസ് ആണ് കുവൈത്തിൽ അടുത്തിടെ സ്ഥിരീകരിച്ചത്. പകർച്ചവ്യാധി നിയന്ത്രണം സ്ഥിരത കൈവരിച്ചിട്ടുണ്ടെന്നും പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാൻ മറക്കരുതെന്നും ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. കോവിഡ് വാക്സിൻ ബൂസ്റ്റർ ഡോസിന്റെ വിതരണം ഉടൻ ആരംഭിക്കുമെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമം അൽ റായ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രായമായവർ, വിട്ടുമാറാത്ത രോഗികൾ തുടങ്ങിയ ഉയർന്ന അപകട സാധ്യതാ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കാണ് മുൻഗണന. ആരോഗ്യ പ്രവർത്തകർ, പ്രതിരോധ ശക്തി കുറഞ്ഞവർ എന്നിവർക്കും ആദ്യഘട്ടത്തിൽ ബൂസ്റ്റർ ഡോസ് ലഭിക്കും. വൈറസുകൾക്ക് ജനിതക മാറ്റം സംഭവിക്കുന്നത് സാധാരണയാണെന്നും ഇതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. കോവിഡ് നിയന്ത്രണത്തിനായി പ്രവർത്തിക്കുന്ന പ്രത്യേക സമിതി സാഹചര്യങ്ങൾ സസൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതായും അധികൃതർ അറിയിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.